ഇംഗ്ലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പാലക്കാട് ബോർഡർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ അതിർത്തിയിലായിട്ടൊരു നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലാണ്. ഇവിടെ മാവ് ഗ്രാഫ്റ്റിംഗ് ആണ്. ഈ ഒരു കാലഘട്ടത്തിലേ കൃഷിനോട് ആൾക്കാർക്ക് പുതിയ കമ്പായിട്ട് ഇതേമാതിരിക്ക് എല്ലാവരും കൃഷിയിൽ വരണം. മുളകിൻ തൈകൾ നമ്മളെ വീട്ടിലുണ്ടാക്കാം. നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ നിങ്ങളുടെ സ്ഥലങ്ങളൊന്ന് പറയാം. ഞങ്ങൾ പിന്നെ വളാഞ്ചേരിന്ന് കൊപ്പം റോട്ടിൽ കൊടുമുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വലിയൊന്ന് കഴിഞ്ഞ് കൊടുമുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാലക്കാട് ബോർഡർ മലപ്പുറം ജില്ലേൻ്റെ ബോർഡർ. മലപ്പുറം ജില്ലേൻ്റെ ബോർഡർ. ഇത് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് തിരുവാപ്പുറ എന്ന് പറയും. ഇത് കൊടുമുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൃഷികളൊക്കെ ഉണ്ടാക്കട്ടെ. കൃഷി പരീക്ഷണങ്ങൾ നടത്താം. അപ്പം നിങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ഇതിനോടൊരു കമ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പിടിച്ചാണല്ലേ. ഇത് ഏത് ഗ്രാഫ്റ്റിംഗ് ആണ്? ഇതാണ് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് എന്നറിയാം. ഗ്രാഫ്റ്റിങ്ങിൽ ഏറ്റവും നല്ല പെട്ടെന്ന് ഇതാകുന്ന ഗ്രാഫ്റ്റിംഗ് ആണിത്. ഇത് ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ണുള്ള മാവുമേൽ ആദ്യം സാഫൊക്കെ അടിച്ചതിന് ശേഷം എത്ര വെറൈറ്റി വേണമെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചും കൊടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് ആക്കിയിട്ട് ഇതിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കാം. ഇങ്ങനെ ഇതാക്കിയിട്ട് ലേശം വിടർത്തി വെക്കുക ചെയ്യാം. നല്ല വെയിലാണ്. ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പാ. നല്ല വൃത്തി ചെയ്യണമല്ലേ. അതിന് എത്ര അതിൻ്റെ പ്രായത്തിന് കണക്കൊക്കെ ഉണ്ട് നമ്മൾ ഇതാക്കണേന്? കൊമ്പ് നമ്മളിങ്ങനെ വളച്ചാൽ വല്ലാതെ വളയും ചെയ്യരുത്. ഓവറായിട്ടുള്ള മൂപ്പും ഉണ്ടാകും പാടില്ല. ഇളം ടൈപ്പിലാണ് വേണ്ടത്. ഇത് റൂട്ട് ഹോർമോൺ ഒന്നും ഇതിൽ വെക്കണ്ട. ഇതിലൊന്നും വെക്കണ്ട. ഇപ്പോൾ ചിലർ പറഞ്ഞ റൂട്ട് ഹോർമോണൊക്കെ വെച്ചാൽ അത് പിടിക്കുള്ളൂ. റൂട്ട് ഹോർമോണൊക്കെ നമുക്ക് വേരെടുപ്പിക്കാൻ മാത്രം മതില്ല. ഇതൊരു പ്ലാസ്റ്റിക് സർജറി മാതിരി തന്നെ അല്ലേ? അതെ അതെ, അത് തന്നെ സംഭവം. ഒരു ഓപ്പറേഷൻ. ഇനിയിപ്പോൾ ഇത് കറക്റ്റ് ഇതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞില്ലേ. ഓക്കെ. ഇത് തേൻമെഴുക് എന്നാണ്. അതിപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇപ്പം എന്താണ്? അത് ഇതിനുള്ളിൽ വെള്ളം ഇറങ്ങാണ്ടിരിക്കാനും ഇതിന് സേഫ്റ്റി ആയിട്ട്. വെള്ളം വീണാലും പോയിക്കോളല്ലേ. ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങൂല. വെള്ളം ഇറങ്ങിയാൽ നമ്മളെ ഇത് പരാജയപ്പെട്ടൂല. ഇതിപ്പോൾ നമ്മുടെ ഉള്ളത് പാലക്കാട് ബോർഡറാട്ടോ. പട്ടാമ്പി പാലക്കാട് ബോർഡറിലാണ് വന്നിട്ടുള്ളത്. ഈ പുഴ കണ്ട് കഴിഞ്ഞാൽ ഇതാ പുഴ കാണാം. ആ പുഴ കണ്ട് കഴിഞ്ഞാൽ പാലക്കാടാണ്. വെയിലുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത്രയും പെട്ടെന്ന് ഇത് ചെയ്യണത്. ഇത് അതിൻ്റെ ഹ്യൂമിഡിറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ കവർ ഇട്ട് കൊടുക്കുന്നത് അല്ലേ? ഇതിൽ കവർ നനച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ നനവ് എപ്പോഴും ഇങ്ങനെ ഇതിനുള്ളിൽ ഉണ്ടാവും. അപ്പോൾ ഇതിന് വളരാനുള്ള എത്ര ദിവസം കൊണ്ട് ഇതിന് തെളിവ് വരും? ഇതൊരു 15 ദിവസം മാക്സിമം അല്ലേ? അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണ്ട? പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ തെളിവൊക്കെ വന്നാൽ ഇതിൻ്റെ കവർ എടുത്ത് കളഞ്ഞാൽ മാറ്റിയാലോ. ഇതിപ്പം ഏതേ അതിന് മാവിൻ്റെ പേരും ഇപ്പോൾ അറിയില്ല. 1 കിലോ മാങ്ങയൊക്കെ ഉണ്ട് തന്നെ. 2 കിലോ ഉള്ള ഒരു മാങ്ങ ചട്ടിപ്പൊടിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അണ്ടിയും തീരെ വലുപ്പമില്ല, ചെറിയ അതിൻ്റെ മാങ്ങ അണ്ടിയാണ് തന്നെ. പിന്നെ ഇതിൻ്റെ ഷാർപ്പാക്കലൊക്കെ വെക്കുക കിടക്കാൻ തന്നെയല്ലേ? ഇതിൻ്റെ ഒരു തല നമ്മുടെ ഇതിനോട് കറക്റ്റായിട്ട് വെക്കണം അല്ലേ? ഏതെങ്കിലും ഒരു തല മറ്റേ ഈ മാവിൻ്റെ അത് വേണ്ട. അത് പിന്നെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുന്നതിനോടാ പ്രശ്നമില്ല. നടുക്കിലായാലും മതി അല്ലേ? മറ്റേതാകുമ്പോഴാണ് നമ്മൾ വി ഗ്രാഫ്റ്റിങ്ങിനാണ് പ്രശ്നം. വി ഗ്രാഫ്റ്റിങ്ങിനാണ് ആ പ്രശ്നം വരും അല്ലേ?
എല്ലാത്തിനും തേന്മഴ വെക്കൂല്ലേ? ഇത് കട്ട് ചെയ്യണതിനൊക്കെ ഒരു കൈത്തയക്കം തന്നെ നമുക്ക് കിട്ടണം അല്ലേ? മറ്റേത് നമുക്ക് കൂടുതൽ ആഴത്തിൽ പോകാനും പാടില്ല. ഓവർ ആഴത്ത് പോകാനും പാടില്ല. ഇതിനിപ്പോൾ നമ്മൾ 6 7 അല്ലേ? എണ്ണയിപ്പോൾ ഇതിപ്പോൾ 5 6 എണ്ണം വെക്കാം നമുക്ക്. അല്ലേ? നമ്മൾ വിരലും കയ്യും നാടെ വെക്കാനേ പാടില്ലല്ലോ. അങ്ങനെ വെച്ചാൽ തന്നെ നമ്മൾ അഥവാ അറിയാതെ വെച്ച് പോയാൽ തന്നെ കത്തി കൊണ്ടൊന്നും ഇവിടെ ചുരണ്ടി റെഡി ആക്കണം അല്ലേ? ഇനി ഈ പ്ലാസ്റ്റിക് കവർ നമ്മളിങ്ങനെ കെട്ടലാണ് ഇതിന് ഏറ്റവും പ്രധാനം അല്ലേ? അതിൻ്റെ ഉദ്ദേശം വെള്ളം ഇറങ്ങാൻ എടുക്കൽ തന്നെ. വെള്ളം ഇറക്കാണ്ടും പിന്നെ നമ്മൾ ഇതിൻ്റെ ബലവും അവിടെ ഇങ്ങോട്ട് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടില്ല, ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ 3 എണ്ണം കഴിഞ്ഞ് 14 5 21 എണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാ. എണ്ണം കൊണ്ട് ടൈറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടും അല്ലേ? അങ്ങനെ കെട്ടിയാൽ നമുക്കത് ഒന്നും പാടെ പ്ലാസ്റ്റിക് ഇട്ട്. ഇതിപ്പോൾ നമ്മൾ ഭയങ്കര റിസ്ക് എടുത്തൊരു ഇതാട്ടത്. അപ്പുറത്ത് വലിയൊരു കുണ്ടാണ്. ഇത് ഞങ്ങൾ പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡറാണ്. പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പുഴയിട്ടത് കാണുന്നത്. ഇത് നോക്കിയാൽ കാണാം, ഒരു ഇറക്കാണ്. അതാണ് പുഴ. ഇല്ല ഓടണ പുഴ ഉണ്ടല്ലേ? ഇത്രയും കയറ്റത്തിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിൽ തട്ടിയിട്ട് ഒടിഞ്ഞു പോകാണ്ടിരിക്കാൻ അതിൻ്റെ മേലെ നമ്മൾ വേറെ വലിയൊരു കവറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇത് നമ്മൾ ഇങ്ങനെ വെക്കണത്. കേട്ടോ, താഴ്ന്നു കേട്ടോ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ ഇടുക. ഉണ്ട് ടൈറ്റ് ആയിക്കോളൂ. അതിൻ്റെ ഉള്ളിലേക്ക് ഇരിച്ചാൽ 3 കമ്പാണ് ഞങ്ങൾ അങ്ങനെ വെക്കണത് കേട്ടോ. ഇവിടെ ഭയങ്കര വെയിലാണ്. ഒരു വന്നപ്പം തൊട്ടുള്ള വെയിലാണ് ഇവിടെ. അതിനാണ് ഞങ്ങൾ പ്ലാസ്റ്റിക് കവർ ഓരോന്നിടുമ്പോഴത്തേനും അതിന് ഞങ്ങൾ പ്ലാസ്റ്റിക് കവറുണ്ട്. ഇവിടെ നല്ല മഴയത്ത് ചെയ്യാണ് ഏറ്റവും ഉത്തമം അല്ലേ? വെയിലിനെ കൊണ്ട് ഇത് ലാസ്റ്റ് വർക്കാട്ടത്. 7 തരം മാവ് തൈയാണ് ഞങ്ങൾ ഇതായിട്ടുള്ളത്. നല്ല വെയിലാണ്. വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് അത്രയും വെയിലുള്ള ഭാഗത്താണ് ഈ സാധനം ഉള്ളത്. ഒരു തണൽ പോലും ഇല്ല. അപ്പോൾ അത് നല്ലൊരു പരിപാടിയൊക്കെ ചെയ്യണം.